ഇടുക്കി കാന്തല്ലൂരിൽ മകന് വിഷം കൊടുത്ത ശേഷം ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാന്തല്ലൂർ പഞ്ചായത്തിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പക്കാട് ഗോത്രവർഗ കോളനിയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ഈ സംഭവം നടന്നത്. വിഷമുള്ളിൽ ചെന്ന് അവശനിലയിലായ 2 വയസ്സുകാരൻ നീരജിനെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് പ്രതിയുടെ ഭർത്താവ്. ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് എത്തുന്നതിനാൽ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. അടുത്തിടെ വീട്ടിലെ ഗ്യാസ് കുറ്റി ഉൾപ്പെടെ വിറ്റ് ഇയാൾ മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കിയപ്പോൾ പ്രതി മറയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെയും ഇയാൾ മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാക്കി. ഭാവിയിൽ മകനും ഭർത്താവിനെ പോലെ ആകുമെന്ന് കരുതിയാണ് വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് പ്രതി പറഞ്ഞത്. ചോറിൽ കീടനാശിനിയായ ഫ്യൂറിഡാൻ ചേർത്താണ് പ്രതി മകന് നൽകിയത്. സംഭവ സമയം വീട്ടിൽ ഇവരുടെ 3 പെൺമക്കളും ഉണ്ടായിരുന്നു. വിഷത്തിന്റെ രൂക്ഷഗന്ധം പടർന്നതോടെ സമീപവാസികൾ പ്രതിയുടെ വീട്ടിലെത്തി. വിഷം ചേർന്ന ചോറ് കഴിച്ച് അവശനിലയിലായ നീരജിനെയും സമീപമിരുന്ന് കരയുന്ന പ്രതിയെയുമാണ് നാട്ടുകാർ കണ്ടത്. ചോദിച്ചപ്പോൾ മകന് വിഷം കൊടുത്ത ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു ഉദ്ദേശമെന്ന് പ്രതി പറഞ്ഞു. ഗ്രാമവാസികളാണ് അവശനിലയിലായ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ മറയൂർ ട്രൈബൽ ഓഫീസറുമായി ബന്ധപ്പെട്ടത്. ട്രൈബൽ ഓഫീസ് അധികൃതർ ഉടനടി മറയൂർ പോലീസിൽ വിവരമറിയിച്ചു. മറയൂരിൽ നിന്നും വാഹനമെത്തിയാണ് കുട്ടിയെ ഉദുമലൈപ്പേട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. നിലവിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് കുട്ടിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വീടിനുള്ളിൽ നിന്നും വിഷം കലർന്ന ചോറും വിഷക്കുപ്പിയും കണ്ടെടുത്തു. മകനും ഭർത്താവിനെ പോലെയാകുമോ എന്ന ഭയം ആ സ്ത്രീയുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ കൊല്ലണമെന്നുള്ള ചിന്തയാണ് ഉണ്ടാക്കിയത്. മദ്യമെന്ന ലഹരി തകർക്കുന്നത് ഓരോ കുടുംബങ്ങളെയുമാണ്.